CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി വെള്ളർക്കാട് തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 36 വയസ്സുള്ള ഇദ്ദേഹം ആദ്യമായാണ് മേൽശാന്തിയാകുന്നത്. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് കാലാവധി. ഗുരുവായൂർ ക്ഷേത്രം നിയുക്ത മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കുന്നംകുളം തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് ജനത്തെ വലച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാനും ബസ് ജീവനക്കാരും നടത്തിയ ചർച്ചയിലാണ് ബസ് സമരം അവസാനിപ്പിച്ചത്. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മഹാരാജ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തിരുവോണത്തിന് ബാറിൽ 2 പേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി സ്വദേശി ഇച്ചാമു എന്ന് വിളിക്കുന്ന രായമരക്കാർ വീട്ടിൽ 38 വയസ്സുള്ള നിഷാബിനെയാണ് ഗുരുവായൂർ SHO C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കള്ളക്കേസ് എടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വ്യാഴാഴ്ച നടത്താനിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാർച്ച് മാറ്റിവെച്ചതായി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കേരള ഹൈക്കോടതിയുടേതാണ് നടപടി. കടപ്പുറം പുതിയങ്ങാടിയിൽ ഓലവീട് കത്തിനശിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കടപ്പുറം പഞ്ചായത്ത് 10ാം വാർഡ് പുതിയങ്ങാടിയിൽ കുറുപ്പത്ത് ഷെഫീറിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വെള്ളർക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നിറമാല ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. ആർപ്പും ആവേശവും സമ്മേളിച്ച് 3 ദിവസങ്ങളിലായി ചെറായിയിൽ നടന്ന തായം കളി മത്സരം സമാപിച്ചു. ഹനീഫ സിദ്ദിഖ് സഖ്യം വിജയികളായി. ഫസലു സജീവ് സഖ്യം 2ാം സ്ഥാനം നേടി. വിജയികൾക്ക് വടക്കേകട SI KB ജലീൽ ട്രോഫി സമ്മാനിച്ചു. പെരുമ്പിലാവ് ജംഗ്ഷനിൽ നിന്നും അംബേദ്കർ നഗറിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാഴ്ചെടികൾ വെട്ടിമാറ്റി മൂഞ്ഞാർ ബാബുവിന്റെ വേറിട്ട പ്രതിഷേധം. ജീവകാരുണ്യ സംഘടനയായ സ്നേഹസ്വാന്തനത്തിന്റെ രൂപീകരണ യോഗം നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് BMS കൈപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലൂർ പഞ്ചായത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ PK സത്യനാഥൻ നായർ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പ്ലാൻ ഫോർ മദർ ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേകാട് പഞ്ചായത്തിൽ വൃക്ഷത്തൈ നടീൽ നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.